ഹായ്, എൻ്റെ വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇരുമ്പൻപുളിയുടെ സീസണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അച്ചാറൊക്കെ ഇടാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇരുമ്പൻപുളി നമുക്ക് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി 4 കീറി വെക്കണം. അതിലോട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് 4-5 ദിവസം നമുക്ക് ഉണക്കിയിട്ട് ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം. നമുക്കത് ഉണക്കിയിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഒന്നും ചെയ്യരുത്. ഉപ്പ് മാത്രം തടവിയിട്ട് നമുക്കൊരു 4 ദിവസം ഇതിനെ വെക്കാം. ദിവസം ഇങ്ങനെ ഒരു പൾപ്പ് സ്റ്റേജ് ആയിരിക്കും, അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ ഡ്രൈ ആയി കിട്ടും. 4 അല്ലെങ്കിൽ ഒരു 5 വെയിലിനനുസരിച്ചിരിക്കും അത് ഇങ്ങനെ കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് അതിലോട്ട് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടി കട്ടിയുള്ള ഉരുളിയോ എന്തെങ്കിലും ചീനച്ചട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് നമ്മൾ എപ്പോഴും അച്ചാറൊക്കെ ഉണ്ടാകുമ്പോൾ ടേസ്റ്റ്. അതിലോട്ട് കായം കുറച്ച് ടൈം എടുക്കും മൂക്കാൻ. അതിനുശേഷം കടുകും ഉലുവ ഇട്ടിട്ട് നമുക്കൊരു അച്ചാർ കൂട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് എല്ലാം പൊട്ടിയതിന് ശേഷം കായും പരുവത്തിനതിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ടൊന്ന് മിക്സിയിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി ആ സെയിം എണ്ണയിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വേണ്ട വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ 2 തരത്തിൽ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കാശ്മീരി മുളക് പൊടിയും ഒന്ന് നോർമൽ മുളക് പൊടിയും. അതിൽ കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. നോർമൽ മുളക് പൊടി 2 ടേബിൾ സ്പൂണും. ചേർക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കുക നമ്മളുടെ ഈ ഇരുമ്പൻപുളി. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. പക്ഷേ ലൈറ്റ് ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം. നോർമൽ വെള്ളം ഉപയോഗിക്കരുത്, അപ്പോൾ അച്ചാർ ചീത്തയായി പോവും. ലൈറ്റ് ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്, അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും അച്ചാർ കേടുവരില്ല. എന്നിട്ട് അതിൽ വെള്ളം കളഞ്ഞതിന് ശേഷം, അതായത് വെള്ളത്തിൽ നിന്ന് എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ സ്പൂണ് വെച്ച് കോരിയെടുത്ത് നമ്മൾ അച്ചാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച ഉലുവ, കടുക്, കായം അതിൻ്റെ മിക്സും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇത്തിരി ആവിയായി പോവും. അപ്പോൾ അത്ര നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തതാണെങ്കിലും ആ വെള്ളം ഒരുമാതിരിയൊക്കെ നമ്മളുടെ അച്ചാറൊന്ന് പോവും. ഇനി നമുക്ക് അതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം. കുറുകി വരുമ്പോൾ നമ്മൾ അച്ചാർ റെഡിയാവും. വിനാഗിരിയുടെ പുളിയൊക്കെ അതിൽ ചേർന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് അത് ഉണക്കിയത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റുള്ള അച്ചാറാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണക്കിയിട്ട് സീസൺ അല്ലാത്ത സമയത്തും ഇതേപോലെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. 1 വർഷം 1.5 വർഷമൊക്കെ നമുക്ക് ഈ ഉണങ്ങിയ ഇരുമ്പൻപുളി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.